फौजी 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 कांग्रेस ये जो फौजी है, ये जो फौजी है, मैं दावे के साथ कह सकती हूँ इस पूरे देश में सबसे ईमानदार उम्मीदवार ये है। ഉത്തർപ്രദേശിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ആവേശക്കടൽ തീർക്കുന്ന കോൺഗ്രസിനെയാണ് കാണാനാകുന്നത്. ശ്രീമതി പ്രിയങ്ക ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രചാരണ യോഗത്തിലേക്ക് ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഉത്തർപ്രദേശിൽ അണികൾക്ക് പകർന്നു നൽകിയ ആത്മവിശ്വാസം ഓരോ പ്രചാരണ വേദിയിലും കാണാനാകും. ഫത്തേപൂർ സിക്രി ലോക്സഭാ മണ്ഡലത്തിൽ വെള്ളിയാഴ്ച നടന്ന റോഡ് ഷോയിൽ ആവേശത്തോടെ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിലെത്തിയാൽ അഗ്നിവീർ പദ്ധതി നിർത്തലാക്കുമെന്നും സർക്കാർ സ്ഥാപനങ്ങളിൽ ഒഴിവുള്ള 30 ലക്ഷത്തോളം തസ്തികകൾ നികത്തുമെന്നും പ്രിയങ്ക ജനങ്ങൾക്ക് ഉറപ്പു നൽകി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള 4000 കിലോമീറ്ററിലധികം കാൽനടയായി സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിച്ച തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ കഠിനാധ്വാനത്തെ പ്രിയങ്ക എടുത്തു പറഞ്ഞു. मोदी जी आपके बीच तो आते नहीं है, तो उनको पता कैसे चलता है? एक दूसरा नेता है इस देश में, राहुल गांधी, जो 4000 किलोमीटर पैदल चला कन्याकुमारी से कश्मीर तक चला पैदल आपसे मिलने के लिए, आपकी समस्याओं को समझने के लिए और आपसे मिलकर सबकी बातें सुनकर कन्याकुमारी से कश्मीर और मणिपुर से मुंबई की यात्रा की और उस यात्रा के आधार पर एक घोषणा पत्र निकाला. उसको न्याय पत्र कहते हैं. न्याय पत्र क्यों? क्योंकि सबसे ज्यादा अन्याय पिछले 10 सालों में इस देश के गरीब, इस देश के किसान, इस देश के मजदूर के साथ हुआ है. कांग्रेस के न्याय पत्र में ये गारंटी दी गई है और आप किसी भी कांग्रेस की सरकार को देखिए आज के दिन, कर्नाटका की सरकार, तेलंगाना की सरकार, हिमाचल की सरकार, जो गारंटी दी वो पूरी हो रही है. देश के वीर इस देश के लिए शहीद होने के लिए तैयार किस लिए होते हैं? ताकि 4 सालों में घर आ जाए फिर बेरोजगार हो. देश की सेना में सब भर्ती क्यों होना चाहते हैं? 3-3, 4-4 बजे सुबह मैंने अपनी आंखों से देखा है यूपी के बच्चे दौड़ लगाते हैं सेना में भर्ती होने के लिए. और ये कैसी स्कीम लाते हैं? तो 4-5 साल आपको वापस घर भेज देगी और आपको फिर से बेरोजगार बना देगी. देखिए समय आ गया है सच्चाई को समझने का, सच्चे नेताओं को पहचानने का, नाटक और नौटंकी को बंद करने का. समय आ गया है बदलाव लाने का. बदलाव लाओगे कि नहीं? रामनाथ जी को जिताओगे कि नहीं? एक बार जोर से मेरे साथ बोलो, जय हिंद, जय हिंद, जय हिंद. കർഷകരുടെ ക്ഷേമത്തെക്കാൾ വ്യക്തിപരമായ ആഡംബരത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻഗണന നൽകുന്നതെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. ഫത്തേപൂർ സിക്രിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാംനാഥ് സിക്കിർവാറും റോഡ് ഷോയിൽ പങ്കെടുത്തു. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അവഗണിക്കുകയും തെരഞ്ഞെടുപ്പ് കാലത്ത് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയെ പ്രിയങ്ക എടുത്തു കാണിച്ചു. കിലോമീറ്ററുകൾ നീണ്ട റോഡ് ഷോയ്ക്കിടെ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത പ്രിയങ്ക മോദി കർഷകർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ സേവനം നടത്തുന്നത് തങ്ങളുടെ സമ്പന്നരായ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. നിങ്ങൾക്ക് 5 കിലോ റേഷൻ ലഭിക്കും, ഇത് പാവപ്പെട്ടവർക്ക് നല്ലതാണ്, പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നില്ല? കേന്ദ്ര സർക്കാർ നിങ്ങളെ ഈ 5 കിലോ റേഷൻ അരിയിൽ തളച്ചിടാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രിയങ്ക പറഞ്ഞു. उनको तमाम जमीन मुफ्त में मिली हुई है, सारी देश की संपत्ति मिली हुई है. और आपके लिए क्या आता है? 5 किलो राशन का बोरा, 5 किलो राशन का बोरा ठीक है, जो गरीब है ठीक है, उसके लिए अच्छा है.
लेकिन आपको रोजगार क्यों नहीं मिल रहा है? इस 5 किलो राशन के बोरे पर आपको निर्भर बनाना चाहते हैं। ये आपकी आत्मनिर्भरता नहीं चाहते। अगर चाहते तो क्या अग्निवीर जैसी स्कीम लाते? अगर चाहते तो ये जो 30 लाख पद खाली पड़े केंद्र सरकार में 10 सालों में, क्या इनको नहीं भरते? अरे बहुत व्यस्त रहे हैं दुनिया में भ्रमण करते हुए। कभी आप अमेरिका में दिखते हैं, कभी रूस में दिखते हैं, कभी कहीं दिखते हैं, कभी चीन के प्रेसिडेंट के साथ झूला झूलते हैं, लेकिन आपके पास नहीं आते, आपकी समस्याओं को नहीं समझते। बहुत सत्ता जिसके पास हो जाती है ना, सुन लो, जिसके पास बहुत सत्ता हो जाती है वो अक्सर अहंकारी हो जाता है। പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലായ്പ്പോഴും ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണ്. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് അദ്ദേഹം വരില്ല. അധികാരം ലഭിക്കുന്ന ഒരാൾ പലപ്പോഴും അഹങ്കാരിയാകും. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിയിൽ കാണുന്നതെന്നും പ്രിയങ്ക പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി രാംനാഥ് സിക്കർ വിരമിച്ച സൈനികനാണെന്നും ആ നിലയിലുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും ഉയർത്തിക്കാട്ടി MP ആകാനുള്ള അദ്ദേഹത്തിൻ്റെ യോഗ്യതയും പ്രിയങ്ക എടുത്തു പറഞ്ഞു. ये जो फौजी है, मैं दावे के साथ कह सकती हूँ इस पूरे देश में सबसे ईमानदार उम्मीदवार ये है। मैं दावे के साथ कह सकती हूँ कि जिसने अपने देश के लिए शहीद होने की भावना जिसके दिल में है, जैसे इनके दिल में थी और है, वैसे उम्मीदवार आपको बहुत कम मिलेंगे। सब जानते हैं, मैं जानती हूँ कि आप सब जानते हैं कि ये आदमी ईमानदार है, मेहनती है और आपके लिए काम करके दिखाएगा। ये आपके लिए समर्पित है। इनको अपने लिए कुछ नहीं चाहिए, ना सत्ता की लालच है, ना पैसों की लालच है। इनको सिर्फ एक लालच है कि मैं सेवा करूंगा। आपने बड़े बड़े झूठे वादे देखे हैं। आपने देश के सबसे बड़े नेता को देखा है जिसने सिर्फ आपको गुमराह किया है। सिर्फ चुनाव के समय आपके जज्बातों को उठा के, धर्म की बात करके, आपके जज्बातों को उभार के आपसे वोट लिया है, आपको दिया नहीं है। 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട ഫത്തേപൂർ സിക്രിയിൽ മെയ് 7-ന് വോട്ടെടുപ്പ് നടക്കും. ഉത്തർപ്രദേശിന്റെ ചരിത്രത്തിൽ ഇത്രയും ആവേശത്തോടെ കോൺഗ്രസ് അണികളെ കാണുന്നത് ഇതാദ്യമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്.